കരിപ്പൂരിൽ ഏതൊക്കെ സർവീസുകളാണ് നിലവിലുള്ളത്? കരിപ്പൂരിൽ ഇന്നും നിരവധി വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒട്ടനവധി വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് 4 വിമാനങ്ങൾ മാത്രമാണ് കരിപ്പൂരിൽ സർവീസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കരിപ്പൂർ വിമാനത്താവളം ആകെ തന്നെ വിജനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ ഡിസ്പ്ലേ ബോർഡിലെല്ലാം തന്നെ വിമാനം ക്യാൻസൽ ആയതിന്റെ വിവരങ്ങൾ നൽകുന്നുമുണ്ട്. 4 വിമാനങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ സർവീസ് നടത്തിയിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ ഇന്ന് പുലർച്ചെ കരിപ്പൂരിലെത്തി. 4:14 അത് തിരികെ മസ്കറ്റിലേക്ക് പോവുകയും ചെയ്തു. റിയാദിൽ നിന്നുള്ള വിമാന സർവീസായ ഫ്ലൈനാസ് 6 മണിക്കാണ് കരിപ്പൂരിലെത്തിയത്. 7:25 അത് പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷേ റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വിമാനം പിന്നീട് തിരിച്ചു വിളിക്കുകയും കരിപ്പൂരിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 163 യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ ഏറെ വൈകി ഇപ്പോൾ അല്പം മുമ്പ് 10:13 ആ വിമാനം റിയാദിലേക്ക് തിരിച്ചു പോയത്. റിയാദിൽ നിന്നുള്ള സൗദി എയർലൈൻസ് ഇന്ന് 8:39 കരിപ്പൂരിൽ ലാൻഡ് ചെയ്തിരുന്നു. അത് 9:45 പോകേണ്ടതായിരുന്നു. 10:16 അത് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മസ്കറ്റിലേക്കുള്ള ഒരു എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് പുറപ്പെട്ടു. 10:16 പുറപ്പെട്ടിട്ടുള്ളത്. ഈ സർവീസുകളാണ് ഇപ്പോൾ, അതായത് 4 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ കരിപ്പൂരിൽ സർവീസ് നടത്തിയിരിക്കുന്നത്, വിമാന സർവീസ് നടത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ വിമാനങ്ങളും ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 6:10 മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ വിമാനം നിലവിൽ നമുക്ക് ഈ ബോർഡിൽ അത് ഷെഡ്യൂൾ ചെയ്തതായി കാണിക്കുന്നുണ്ട്. പക്ഷേ വരുമോ എന്നെ സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ 4 വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിമാന കമ്പനി അധികൃതരും അതോടൊപ്പം തന്നെ എയർപോർട്ട് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യം അത് വ്യോമപാത അടയ്ക്കുന്ന സാഹചര്യത്തിൽ അത് വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആളുകൾ വന്ന് വളരെ വലിയ തരത്തിൽ ബഹളമൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഈ കരിപ്പൂർ പരിസരം. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് തന്നെ കാണാൻ തോന്നുന്നു വളരെ വിജനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ വിമാനങ്ങൾ ഈ സർവീസ് ഒഴിവാക്കിയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കരിപ്പൂരിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ട ഏതാണ്ട് 21 വിമാനങ്ങളും കരിപ്പൂരിലേക്ക് വരേണ്ട ഏതാണ്ട് 19 വിമാനങ്ങളുമാണ് ഇന്നിപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 40 വിമാനങ്ങൾ സർവീസുകൾ ഇന്ന് കരിപ്പൂരിൽ നിന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നും ഈ വ്യോമപാതയിൽ അല്ലെങ്കിൽ ജംഷീർ പൊടിഞ്ഞിയാണ് വിവരം നൽകിയത്.